കൂട്ടത്തല്ലാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നടക്കുന്നത്. രേണു വേഴ്സസ് അഭിലാഷ്, അതേപോലെ തന്നെ അഭിലാഷ് വേഴ്സസ് പിന്നെ അനീഷ്. ഇവർ രണ്ടുപേരും തമ്മിലാണ് നോമിനേഷന് ശേഷമുള്ള ഒരു അടിയാണ്. അപ്പൊ ഇതിൽ ഞാൻ നോമിനേഷന്റെ കാര്യം കൂടി പറയുന്നുണ്ട്. ഞാൻ ഇത് ചെയ്യുന്നില്ല, കോളേജിൽ പോകുന്നത് തന്നെ ഞാൻ ലൈവ് അപ്ഡേറ്റ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം ആ ടൈമിൽ എനിക്ക് കോളേജിൽ പോകേണ്ടി വരും. സോ അതിനുശേഷം എന്തൊക്കെയാണ് നടക്കുന്നത് അതിന്റെ കാര്യം പറയും. പിന്നെ ഇപ്പൊ പ്രൊമോ എന്തായാലും ഡെയിലി പ്രൊമോ ഇടുമല്ലോ, അതിന് നടക്കുന്ന കാര്യങ്ങളും വ്യക്തമാക്കി പറയാം കേട്ടോ. അപ്പം നേരെ വീഡിയോയിലേക്ക് പോയാലോ. എന്റെ പേര് ഷഹീർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അനുമോള് ആദ്യം നോമിനേഷൻ പ്രക്രിയ നടക്കുകയാണ്. അപ്പോൾ ഞാൻ നോമിനേഷന്റെ കേസ് മാത്രമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അനുമോളെയാണ് ആദ്യം വിളിക്കുന്നത്. അനുമോള് രണ്ടുപേരുടെ പേര് പറയുന്നുണ്ട്, ജിസൈലും മുൻഷിയുടെ പേര് പറയുന്നുണ്ട്. ജിസൈലിന് കാരണം പറയുന്നത് വെച്ചാൽ ഒരു ആരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നില്ല, അതുപോലെ ആക്റ്റീവ് അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. മുൻഷിയുടെ കേസ് എന്ന് വെച്ചാല് മുൻഷി ഒരു വഴക്കുണ്ടാക്കുന്ന ഒരാളെ പോലെ തോന്നി, അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ അനുമോള് പറയുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ, ഒരു സെല്ലുകളായിട്ടുള്ളൂ. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ല, കാരണം ഞാൻ ഈ അനുമോളുടെയും ആര്യന്റെ കേസ് കഴിഞ്ഞപ്പോഴാണ് നോമിനേഷന്റെ കാര്യം കാണുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചില്ല. അതെന്താ നടന്നതെന്ന് കമന്റിൽ പറയുക കേട്ടോ. അടുത്തത് ആര്യനെ വിളിക്കുകയാണ്. ആര്യന്റെയാണ് ഏറ്റവും വലിയ വിറ്റ്. ആര്യന്റെ പേര് മര്യാദക്ക് അറിയത്തില്ല, അതുകൊണ്ട് തന്നെ പണി കിട്ടിയിരിക്കുകയാണ്. ആദ്യം ശൈത്യയുടെ പേര് പറയുന്നു, ശൈത്യയുടെ കേസ് പറയുന്നു. അതുപോലെ പേര് കിട്ടുന്നില്ല. രണ്ടാമത്തെ പേര് രവിനോ അങ്ങനത്തെ പേര് പറയുമ്പോൾ നെവിന്റെ ഇപ്പൊ ബിഗ് ബോസ് പറയണ പ്രാവശ്യം പോയി നോക്കിയിട്ട് വരൂ എന്ന് പറയുന്നത്. ഇതേപോലെ 2 പ്രാവശ്യം നടക്കുന്നത്, പേര് മര്യാദ കിട്ടാത്തതുകൊണ്ട് 2 പ്രാവശ്യം നടക്കുന്നു. അങ്ങനെ അപ്പോ നെവിന്റെ പേര് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ആര്യൻ വന്നിട്ട് ബിഗ് ബോസ് പറയണ ആര്യനോട് സരികയെ വിളിക്കാൻ പറയണം. എന്നിട്ട് ആര്യം പോവാണ്. ആര്യം പോകുമ്പോ സരികയെ വിളിക്കുന്നു. അപ്പൊ ശാരികയാണോ എന്ന് ചോദിച്ചിട്ടോ, ആരോ ചോദിച്ചപ്പോ ശാരികയാണെന്ന് ആര്യൻ പറഞ്ഞു. അപ്പൊ ശാരിക എഴുന്നേറ്റ് പോവാണ്. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ബിഗ് ബോസ് ഒന്നും പറയുന്നില്ല. എന്നിട്ട് പറയാണ് ആര്യനോട് ഒറാഷോട് പോയി ചോദിക്കും ആര്യയെ വിളിച്ചെന്ന്. ശാരികയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആര്യൻ ആരെ വിളിക്കാനാണ് പറഞ്ഞത്, സരികയാണോ എന്ന് ചോദിച്ചപ്പോ സരികയാണ്. എന്നിട്ട് ആര്യൻ അതിനെ വളച്ചൊടിക്കുകയാണ്. ശാരികയാണെന്ന് ചോദിച്ചപ്പോ സരികയാണെന്ന് വെച്ചപ്പോ ഞാൻ ശാരികയാണെന്ന് പറഞ്ഞ എഴുന്നേറ്റ് ഒരു കാര്യം പറഞ്ഞ് വളച്ചൊടിക്കുന്നുണ്ട് ആര്യൻ. അതിനുശേഷം സരിക പോവാണ്. എന്നിട്ട് രണ്ടുപേരുടെ പേര് പറയാൻ പറയുന്നു ബിഗ് ബോസ്. ആര്യന്റെ പേരും ഒനിയൽ എന്ന് പറയുന്നു കേട്ടോ. ശരി, ഒനിയൽ അല്ല, ഒനിൽ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ആര്യന്റെ പേര് പറയാനാണ്. ആര്യന്റെ കാരണം എന്ന് വെച്ചാല് ഇന്നലെ ഗെയിമിനിടയില് മോശമായിട്ട് രീതിയിൽ സംസാരിക്കുന്നു വെച്ചാല് എങ്കിൽ ഞാൻ വന്ന് കെട്ടിപ്പിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞൊരു സംഭവമാണ്. അത് ഞാൻ കണ്ടില്ല. ആ കേസ് പറയുന്നു ആര്യന്റെ കേസില്. രണ്ടാമത്തത് ഒനിയൽ ആണെന്ന് പറയുന്നു. കിട്ടുന്ന അവസരം മുതലാക്കുന്നില്ല. അത് വേറെ ഒന്നുമല്ല. ഒനിൽ വന്നിട്ട് ഈ കേസ് ഇന്നലത്തെ ഗെയിമില്ലേ അവരെ പിടിച്ച് പറയുള്ള സംഭവം, റേസ് സ്റ്റാർസ്, അതിന്റെ കേസ് വന്നപ്പോ എന്ത് നിങ്ങൾ എടുക്കാതെന്ന് വെച്ചപ്പോ എനിക്ക് ഇന്ന് എടുക്കാൻ വയ്യ, നാളെ ഫ്രഷ് ആയിട്ട് തുടങ്ങാന്നുള്ള പറഞ്ഞു. അപ്പോ സരിക പറഞ്ഞു കാരണം അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം സരിക പറഞ്ഞു വെച്ചാൽ ഒരാൾക്ക് കിട്ടുന്ന അവസരം അപ്പം തന്നെ മുതലാക്കണം, അല്ലാതെ പിന്നത്തേക്കൊക്കെ എന്നുള്ള രീതിയിലാണ് അത് സരിക പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പൊ ബിഗ് ബോസ് ചോദിക്കുകയാണ് പേര് ഉറച്ചു പറയുമെന്ന് പറയണം. ഒനിയൽ എന്നാണ് പറയുന്നത്. അപ്പൊ ബിഗ് ബോസ് കറക്റ്റാക്കി കൊടുക്കുകയാണ്. ഒനിയൽ അല്ല, ഒനിൽ എന്നാണ് കേട്ടോ, അങ്ങനെയാണെന്ന് പറയുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സരികയോട് അക്ബറിനെ വിളിക്കാൻ പറയുന്നു. അക്ബർ വരികയാണ്. അക്ബർ രണ്ടുപേരുടെ പേര് പറയുകയാണ്. മുൻഷിയുടെ കാര്യം പറയുന്നു, ആദില നോറയുടെ കാര്യം പറയുന്നു. മുൻഷിയുടെ കേസ് എന്ന് വെച്ചാല് ഒരു മുൻഷി രഞ്ജിത്തിന് ഈ ബിഗ് ബോസിൽ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ഇല്ല, അങ്ങനത്തെ രീതിയിലാണ് നിൽക്കുന്നത്, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ നിൽക്കുന്നു എന്ന് അക്ബർ മുൻഷിനെ പറ്റി പറയുന്നു. രണ്ടാമത്തെ ആദില നോറയുടെ ഒരു കാര്യം എന്ന് വെച്ചാല് ഇവര് രണ്ടുപേരുണ്ടായിട്ടും ഒരു കണ്ടസ്റ്റന്റിന്റെ ഒരു കപ്പാസിറ്റി പോലും ഇവർക്ക് ഇല്ല, ഒരു ആക്റ്റീവ് ഇല്ല എന്നുള്ള രീതിയാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ബിൻസി വരികയാണ്, RJ ബിൻസി വരികയാണ്. ബിൻസി വന്നിട്ട് ശൈത്യയുടെയും നെവിന്റെ കേസ് പറയാണ്. രണ്ടുപേരും ആക്റ്റീവ് അല്ല എന്നുള്ള രണ്ടുപേർക്കും ആക്റ്റീവ് അല്ല എന്നുള്ള രീതിയിൽ ഒന്ന് ഷോർട്ടാക്കി പറഞ്ഞിട്ട് പോവുകയാണ്. അടുത്തത് ഒനിലിന്റെ കാര്യം എന്ന് വെച്ചാൽ ശൈത്യയുടെ പേരും പറയുന്നു, ജിസൈലിന്റെ കാര്യവും പറയുന്നു. ശൈത്യ മറ്റേ ലിപ്സ്റ്റിക്കിന്റെ കേസാണെന്ന് തോന്നുന്നു, ആ ഒരു കേസ് പറയുന്നു. ജിസൈലിന്റെ കാര്യം പറയാൻ കാരണം മറ്റേ ഇത്
എന്താണ് ആളെ ആക്റ്റീവ് അല്ല എന്നൊക്കെ പറയുന്നു. ബിൻസി അല്ല, ബിന്നി വരെയാണ് അടുത്തത്. ബിന്നി വരെയാണ്. ബിന്നി വന്നിട്ട് ശൈത്യയുടെ പേരും രഞ്ജിത്തിന്റെ പേരും പറയുന്നുണ്ട്. ശൈത്യ മറ്റേ ലിപ്സ്റ്റിക്കിന്റെ ഒരു ഇഷ്യൂ വന്നിട്ട് ഡാസ്ലറിന്റെ മേക്കപ്പ് പ്രോഡക്ട്സ് എന്തിനാ എടുത്തതെന്ന് ചോദിച്ചപ്പോ എല്ലാവരും എടുത്തു, പക്ഷെ ന്യായീകരിക്കാൻ നോക്കി. ഇനി അയ്യോ ആ കേസല്ല, ബിന്നിയുടെ കേസ് എന്താണെന്ന് വെച്ചാല് ഇന്നലെ രാത്രി റീസ്റ്റാർസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തില് എന്തോ ഒരു ഇഷ്യൂ ആണ്. അത് ഞാൻ കണ്ടില്ല, സോറി, എന്നോട് ക്ഷമിക്കണം, അത് ഞാൻ കാണാത്തോണ്ടാണ്. അപ്പൊ ആ കേസാണ്. രഞ്ജിത്തിന്റെ കേസ് എന്ന് വെച്ചാല് മുൻഷി രഞ്ജിത്തിന്റെ രഞ്ജിത്തിന്റെ പേര് പറയുന്നു എന്താണ് ആക്റ്റീവ് അല്ല, സീരിയസ് ആയിട്ട് ഇതിനെ കാണുന്നില്ല, ഷോന് സീരിയസ് ആയിട്ട് കാണുന്നില്ല എന്ന് ബിന്നി പറയുന്നു. അടുത്തത് അഭിലാഷ് വരെയാണ്. അഭിലാഷ് രേണുസുതിയുടെ പേരും പറയുന്നു, ആര്യന്റെ കാര്യം പറയുന്നു. അതിൽ രേണുസുതിയുടെ കാരണം പറയുന്നത് വെച്ചാല് എന്താണ് ആരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നില്ല, അതുപോലെ മാറി നിൽക്കുന്നു, എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്നു, ഒറ്റപ്പെട്ട് നിൽക്കുന്നു എന്നുള്ള രീതിയിലൊരു കാര്യം പറയുന്നു. ആര്യന്റെ കേസ് എന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളുടെ മുൻപിൽ മറ്റേ വായിക്കാൻ പറ്റില്ല എന്നൊരു കേസ് പറഞ്ഞല്ലോ, മറ്റേ അനീഷിന്റെ അടുത്ത് എനിക്ക് നിങ്ങളുടെ മുന്നിൽ വായിക്കാൻ പറ്റില്ല എന്നൊരു കാര്യം പറഞ്ഞു. ആ കാരണം പറഞ്ഞു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതും എനിക്ക് തന്നെ ഒരു ഇത് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊന്നല്ല, സ്റ്റോർ റൂമിൽ പോയിട്ട് എന്ത് ബുക്ക് എടുക്കാനായിട്ട് വിളിക്കുന്നു, മറ്റേ ഈ കേസ് പറയാൻ വേണ്ടിയിട്ട്, നമ്മളുടെ പണിപ്പുരയിലെ കേസ് പറയാനായിട്ട് എതിർത്തോണ്ട് വരുന്നു. ആര്യനാണ് ബുക്ക് എടുത്തോണ്ടായിരുന്നു. അപ്പൊ ആര്യൻ വന്നിട്ട് അനീഷിനെ പറയുന്നു ഇത് വായിക്കും, എനിക്ക് നിങ്ങളുടെ മുന്നിൽ വായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ കേസ് അഭിലാഷ് എടുത്ത് പറഞ്ഞു. അടുത്തത് റെന ഫാത്തിമ വരെയാണ്. റെന ഫാത്തിമ എന്താണ് നെവിന്റെ പേര് പറയാണ്. നെവിന്റെ പേരും അതുപോലെ തന്നെ ശൈത്യയുടെ പേരും പറയുന്നു. നെവിന്റെ കേസ് എന്താണെന്ന് വെച്ചാൽ അയാൾ ഗെയിമിനെ പറ്റി ഒന്നും അറിയാത്ത പോലെ നടക്കുന്നു, അല്ലെങ്കിൽ ഒന്നും അറിയില്ലാത്ത പോലെ, ഗെയിം എന്താണെന്ന് അറിയാൻ പാടില്ല എന്ന് വന്ന പോലെ തോന്നുന്നു എന്ന് നെവിനെ പറ്റി പറയുന്നു. അത് കഴിഞ്ഞ് ശൈത്യയുടെ കേസ് എന്ന് വെച്ചാൽ ആ ലിപ്സ്റ്റിക് എടുത്തെന്ന് പറഞ്ഞെങ്കിലും ന്യായീകരിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം, അത് ശൈത്യയുടെ ഇതും വന്നു. എനിക്ക് തോന്നി, കാരണം ശൈത്യ ആ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ശൈത്യയുടെ പേരിൽ അടുത്ത് വരാൻ കിടക്കുന്നു എനിക്ക് തോന്നിയിട്ട്, എനിക്ക് മനസ്സിൽ തോന്നി. അടുത്തത് രഞ്ജിത്ത് വരുന്നു. ശൈത്യനെയും ഇതുപോലെ ജിസേലിനെയും പറയുന്നു. ശൈത്യയുടെ കേസ് എന്ന് വെച്ചാൽ വീണ്ടും ആ ലിപ്സ്റ്റിക് പരട്ടിയതിന്റെ കേസ് തന്നെയാണ് ഈ രഞ്ജിത്തും എല്ലാരും പറയുന്നത്. ശൈത്യ ആ ലിപ്സ്റ്റിക്കിന്റെ കേസാണ് പറയുന്നത്. അടുത്തത് ജിസേലിന്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാല് പുള്ളിക്കാരി ഒന്നിനും അഡ്ജസ്റ്റ് ആവുന്നില്ല, എന്നാൽ ഭക്ഷണം ആയാലും ഒന്നിനും ഒരു അഡ്ജസ്റ്റ് കിട്ടുന്നില്ലാത്ത രീതിയിൽ നിൽക്കുന്നു എന്ന് പറയുന്നു. അടുത്തത് ജിസൈൽ വരെയാണ്. ജിസൈൽ വന്നിട്ട് എന്താണ് രേണുവിന്റെ പേരും ശാരികയുടെ പേരും പറയുന്നു. രേണു ആണെങ്കിൽ ഇന്നലെ ടാസ്ക് ചെയ്യാതെ ഒറ്റപ്പെട്ട് നടക്കുന്നു, വെറുതെ ഇരിക്കുന്നു എന്നുള്ള കാര്യം പറയുന്നു. അടുത്തത് സാരിക എന്നാണ് പറയുന്നത്. അത് ഇപ്പൊ നമ്മളായാലും അങ്ങനെ വായിക്കത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാല് SH ഇല്ലാത്തതുകൊണ്ട് സാരിക എന്ന് വായിക്കുള്ളൂ. അപ്പൊ അതൊരു മിസ്റ്റേക്ക് ആയിട്ട് അവര് ഇതാക്കി പറഞ്ഞു. പക്ഷെ മറ്റേ സരികയിലെ കാലാപൻ സരിക വന്നിട്ട് അത് ക്ലിയർ ആക്കുകയും ചെയ്തു, ഇത് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. അത് ഇതിനും രണ്ടാമത് എന്താണ് ജിസൈലിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ജിസൈലിന് ലാംഗ്വേജ് ഇഷ്യൂ ഉണ്ടോന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കഴിഞ്ഞ ജാൻമണിയുടെ കേസ് പോലും ഒന്നുമല്ല, മലയാളമൊക്കെ അത്യാവശ്യം അറിയാം, പക്ഷേ ഇംഗ്ലീഷിൽ എഴുതുന്ന കാര്യം അങ്ങനെ തന്നെ കറക്റ്റായിട്ട് വായിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ അതിൽ വലിയൊരു ഇതില്ല കേട്ടോ. അപ്പൊ ശാരികയുടെ കേസ് എന്ന് വെച്ചാൽ ആക്റ്റീവ് അല്ലാത്ത പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നു. അടുത്തത് ശാരിക വരെയാണ്. ശാരിക വന്നിട്ട് രേണുയുടെ പേര് പറയുകയാണ്. രേണു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ രഞ്ജിത്തിന്റെ കേസും ഇത് തന്നെയാണ് പറയുന്നത്. അടുത്ത ഷാനവാസ് വന്നു. ഷാനവാസ് വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഷാനവാസിന് ഒരു നിലപാടില്ല. കാരണം ഞാൻ പറയാം, ഷാനവാസ് ജിസൈലിനെയും അഭിലാഷിനെയാണ് പറയുന്നത്. അഭിലാഷിന്റെ പേരാണ് പറയുന്നത്. അപ്പൊ ജിസൈലിന്റെ കാര്യം പറയാം. ജിസൈലിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് വസ്ത്രങ്ങളെ പറ്റിയാണ് പറയുന്നത്. വസ്ത്രങ്ങള് മര്യാദക്കല്ല, ഒരു കേരള സംസ്കാരമല്ല എന്താണ് ജിസൈൽ ഇടുന്ന വസ്ത്രം എന്ന് പറയുന്നു. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആദിലയും നോറയും ഇതേപോലത്തെ ഡ്രസ്സാണല്ലോ ഇടുന്നത്. അപ്പോ ഷാനവാസിന് ഈ കാരണം പറയാൻ പറ്റിയില്ലേ? പറയുകയാണെങ്കിൽ തന്നെ ജിസൈലിന്റെ പേര് പറഞ്ഞു നോക്കി, സമ്മതിക്കാം. എന്നാ പിന്നെ അഭിലാഷിന്റെ പേരിന് പകരം ആദില നോറയുടെ പേര് പറയണമായിരുന്നു. എനിക്കത് ഒരു ഇതിലാന്ന് തോന്നുന്നു, ഒരു കുലപുരുഷനായിട്ട് നിൽക്കുവാണോ എനിക്ക് അറിയത്തില്ല. ഷാനവാസ് വന്നിട്ട് ഒരു കുലപുരുഷനായിട്ട് നിൽക്കുകയാണ് അവിടെ. ജിസൈലിന് ഒരു ഡ്രസ്സിങ് ശരിയല്ല, ഒരു എന്താണ് കേരള സംസ്കാരമല്ല കുട്ടിയുടെ ഡ്രസ്സിലും. എന്തുവാടേ, എനിക്കത് ആയിട്ട് തോന്നി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാവരും പേരും പറയണം. ആദില നോറയുടെ കാര്യം പറഞ്ഞു, അവരും ഇതേപോലെ തന്നെ ഡ്രസ്സൊക്കെ ധരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോ അത് എനിക്ക് ശരിയായില്ല. അത് കാരണം ഒരാളുടെ വസ്ത്രം ഒരാളുടെ ഇഷ്ടമാണത്. അതെങ്ങനെ ഇടണമെന്ന് വെച്ചാല് എന്താണ് അതിപ്പോ ഓവറായിട്ട് വൃത്തികേടുമില്ല. ജിസേലിന്റെ കേസിലാണ് വൃത്തികേട് ഒന്നുമില്ല അതിന്.
അതിപ്പോ പക്ഷെ ഒരു കേരളത്തിൽ ഒരു ടി വി കാണുന്ന ഒരു അമ്മയോ ഒരു മുത്തശ്ശിയൊക്കെ ആണെങ്കിൽ ഓക്കെ ഇത് പറയുന്നത് ശരിയാണെന്ന് പറയാം. ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി അത് പറഞ്ഞപ്പോൾ എനിക്കൊരു ഇത് ഷോക്ക് ആയിക്കോ. ഷാനവാസ് ഇത്രയും ഭയങ്കര സീരിയലും സിനിമയിലൊക്കെ നല്ല ആക്റ്റീവായിട്ട് ഇങ്ങനെ ഡ്രസ്സ് ധരിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത് കാര്യം അറിയില്ലേ? എനിക്കതൊരു ഡൗട്ട്, അതായത് എനിക്കിത് ഇതായിട്ട് തോന്നിയത്. പിന്നെ അഭിലാഷിന്റെ കേസ് പറയുന്ന എന്താണ് അഭിലാഷിന്റെ മറ്റേ അനീഷിന്റെ കേസ് എന്തോ ആണ് പറയുന്നത് തോന്നുന്നു. അഭിലാഷിനെയും ജിസൈലിനെയും ഇതാക്കുന്നു. അപ്പോ ഷാനവാസ് ഇവിടുന്ന് ഇറങ്ങിയതിനു ശേഷം പോകുന്നു കേട്ടോ. അപ്പൊ ബിഗ് ബോസ് പിന്നെ പറഞ്ഞിരുന്നു എന്താണ് ഈ ഇവിടെ ലിവിങ് ഏരിയക്ക് വരാൻ പറഞ്ഞ സമയത്ത് എവിടെയും പോകരുതെന്ന് പറഞ്ഞു. അപ്പൊ അനീഷാണ് വേറെ ഒനിയിലും അതിന്റെ ഇടയ്ക്ക് പോയി. അപ്പോഴാണ് ഈ കാര്യം പറയുന്നത്, ഇങ്ങനെ ഒരു പരിപാടി നോമിനേഷനിലെ പ്രക്രിയ നടക്കുമ്പോൾ ആരും ഇറങ്ങി പോരെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഷാനവാസ് ഇറങ്ങിയപ്പോൾ ഷാനവാസ് ഇറങ്ങിപ്പോയി കേട്ടോ. അപ്പൊ അടുത്തത് നെവിനെ വിളിച്ചിട്ട് അനിമോളുടെ കാര്യം പറയാണ്. അനിമോൾ ഇവിടെ ഒരു പാവമായിട്ട് നിൽക്കുകയാണ്, ഞാൻ ആരും ഒന്നും ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ പാവമായിട്ട് നിൽക്കുന്ന പോലെ തോന്നി എന്ന് പറയുന്നു. രേണുസുതിയുടെ കാര്യം എന്ന് വെച്ചാൽ രേണുസുതി ടാസ്ക് ഒന്നും ഗൗരവത്തോടെ എടുക്കുന്നില്ല എന്നുള്ള രീതിക്ക് പറയുന്നു. ഗൗരവത്തോടെ എടുക്കുന്നില്ല, രേണുസുതി വീക്കാണെന്നൊക്കെയാണ് പറയുന്നത്. അടുത്ത ആദിലയും നോറയാണ്. അവര് ഡിസ്കസ് ചെയ്തിട്ട് ശൈത്യന്റെയും പേരും ആര്യന്റെ പേരും പറയുന്നു. ശൈത്യ ഓഫ് കോഴ്സ് ലിപ്സ്റ്റിക്കിന്റെ കേസ് തന്നെയാണ് പറയുന്നത്. പിന്നെ ആര്യന്റെ കേസും പറയുന്നു. ആര്യൻ എന്ന് വെച്ചാൽ ഉള്ളില് മനസ്സിൽ പുറത്ത് വേറെന്തോ എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത് ആര്യന്റെ കേസ്. അടുത്തത് ശൈത്യ വരെയാണ്. ശൈത്യ വന്നിട്ട് ബിന്നി സെബാസ്റ്റിന്റെ പേരും പറയുന്നു, രഞ്ജിത്ത് മുൻഷിയുടെ കാര്യം പറയുന്നു. രണ്ടുപേരും വീക്കാണ് എന്നാണ് പറയുന്നത്. അടുത്തത് രേണുസുതി വരെയാണ്. രേണുസുതി വന്നിട്ട് അക്ബറും ശൈത്യയും. ആദ്യം തന്നെ ഇവർ രണ്ടുപേരും വീക്കായിട്ട് ആക്റ്റീവ് അല്ലാന്ന് തോന്നി. അപ്പോഴത്തേക്കും ബിഗ് ബോസ് എന്ന് പറയാണ് രേണു വ്യക്തമാക്കി പറയും. എന്നിട്ട് രണ്ടുപേരും ഒരു റീസൺ തന്നെ അക്ബറിനെയും ശൈത്യയുടെ കേസ് ഒരു ഇതായിട്ട് തന്നെ പറയുന്നു. ഇനി ശരത്ത് അപ്പാനി ശരത്ത് വരെയാണ്. അപ്പാനി ശരത്ത് വന്നിട്ട് നെവിന്റെ കേസ് പറയുന്നു. നെവിൻ ഒന്നും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്ന് പറയുന്നു. പിന്നെ ഷാനവാസിന്റെ പേരും പറയുന്നു. അടുത്തത് അനീഷ് വരെയാണ്. അനീഷ് വന്നിട്ട് ഷാരികയുടെ പേരും അനുമോളുടെ കാര്യം പറയാണ്. ഷാരിക ഒരു ഇമേജ് കോൺഷ്യസ് ആയിട്ട് ഇവിടെ നിൽക്കുകയാണ് എന്ന് പറയുന്നു. അതുപോലെ അനുമോള് ഒരു ക്യൂട്ട്നെസ് വാരി എറിയുന്ന ഒരു കുട്ടിയായിട്ട് എടുക്കുന്നു. അപ്പൊ ഇത്രയും എല്ലാവരും ഈ നോമിനേഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ് പരിപാടി അവിടെ വഴക്ക് നടക്കുന്നത്. അപ്പൊ രേണുസുതിക്ക് തലവേദന എടുക്കണമെന്ന് പറയുന്നേ. രേണുസുതി ഇങ്ങനെ സോഫയിൽ എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. രേണുസുതിക്ക് ഇങ്ങനെ തലവേദന എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ തല പൊട്ടിയിട്ട് വന്നിട്ട് നോറ വന്നിട്ട് മറ്റേ നോറ വന്നിട്ട് തല മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ക്യാപ്റ്റനായിട്ട് അനീഷ് പോയി പറയുന്നു ബിഗ് ബോസിനോട്, കോഫി പൗഡർ വേണം, രേണുക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഷാനവാസ് വന്നിട്ട് എനിക്ക് തലവേദന എടുക്കുന്നുണ്ടല്ലോ, എന്നിട്ട് എന്റെ കാര്യം പറയാത്തെന്താന്ന് ചോദിച്ചപ്പോൾ അനീഷ് പറഞ്ഞു അതിന് ഷാനവാസിന് തലവേദന എടുത്ത കാര്യം എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ചെറിയൊരു ക്ലാഷ് വരെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ രേണു എഴുതിയിട്ട് നടക്കുന്നു. രേണു എഴുതിയിട്ട് നടന്നപ്പോൾ ഷാനവാസ് ചോദിക്കുകയാണ് തലവേദനയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തലവേദന എല്ലാം മാറിയോന്ന് ചോദിച്ചു. അപ്പൊ അഭിലാഷ് അത് ശരിയാണല്ലോ, തലവേദന ഇല്ല, അപ്പൊ നിങ്ങൾ അഭിനയിച്ചാണെന്ന് അഭിലാഷ് രേണുവിനോട് ചോദിക്കുന്നു. അതും പിടിച്ചിട്ട് ആ രേണു അഭിലാഷും കൂടി ഭയങ്കര ഇടി. നിങ്ങൾ തലവേദന എടുത്തിട്ട് പിന്നെ എന്തിനാണ്? അപ്പൊ രേണു ആണെങ്കിൽ ഇതിന്റെ അപ്പോൾ തന്നെ ഒച്ച ഉണ്ടാക്കുകയാണ്. ഈ തലവേദന എടുക്കുന്ന ഒരാള് ഇങ്ങനെ ഒച്ചണ്ടാക്കുക, എനിക്ക് തലവേദനയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അഭിലാഷ് ആണെങ്കിൽ തലവേദനയുള്ള ഒരാൾ എങ്ങനെ ഇറങ്ങി നടക്കുക അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അനീഷ് അവിടെ ഒന്ന് സോർട്ട് ഔട്ട് ആക്കാൻ നോക്കുമ്പോൾ പറയാണ്, അനീഷ് സോർട്ട് ഔട്ട് ആക്കാനാണ് വരുന്നത്, ക്യാപ്റ്റനാണല്ലോ. അപ്പോൾ അവിടെ അനീഷും അഭിലാഷും കൂടി വന്നിട്ട് അവിടെ വീണ്ടും ഭയങ്കര മുട്ടനടി അവിടെ നടക്കുന്നു. അഭിലാഷും കൂടി വന്നിട്ട് പറയാണ് ഷാനവാസ് തലവേനുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അത് അവിടെ കയറി തുടങ്ങി അവസാനം ഭയങ്കര ഒരു ഇടിയാവുകയാണ്. ഒരു സ്ഥലത്ത് രേണു അഭിലാഷായിരുന്നു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം തന്നെ അഭിലാഷും അനീഷ് ഇങ്ങനെ അനീഷ് ഇങ്ങനെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ രീതിയിൽ ഇങ്ങനെ നടന്ന് പോയിട്ട് ഒരു മൈൻഡ് കൊടുക്കാത്ത രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അഭിലാഷിനെ. അഭിലാഷാണെങ്കിൽ നല്ലോണം പ്രൊവോക്ഡ് ആവുന്നുണ്ട്, ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ അഭിലാഷ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ എല്ലാം കുറച്ച് കഴിഞ്ഞപ്പോ ഞാനിപ്പോ വരുമ്പോഴും ഞാൻ വീഡിയോ ചെയ്യുന്ന വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ എന്താണെന്ന് അറിയത്തില്ല, ഞാൻ ഇത് വന്ന് പറയണമെന്ന് തോന്നി. അപ്പോൾ ഇങ്ങനെ അനീഷ് വന്നിട്ട് വീണ്ടും പറയാണ്, ക്യാമറയുടെ മുന്നിൽ വന്നിട്ടാണ് രേണുക്ക് വയ്യ, തലവേദനയാണെന്ന് പറഞ്ഞു. ഇതിങ്ങനെ ക്യാപ്റ്റനോട് പറഞ്ഞതിന് ശേഷം പുറകിൽ നിന്ന് ഷാനവാസ് അനീഷേ എനിക്ക് തലവേദന ഉള്ള കാര്യം പറയാത്ത എന്താ? എന്നിട്ട് പറയണ അനീഷ്
എന്നോട് പറഞ്ഞില്ലല്ലോ ഇതുവരെ. പറഞ്ഞില്ല, ഓക്കെ, സമ്മതിച്ചു. ഞാൻ ഷാനവാസ് പറയണ സമ്മതിച്ചു, ഞാൻ അനീഷിനോട് പറഞ്ഞില്ല എനിക്ക് തലവേദനയുള്ള കാര്യം. പക്ഷെ ഞാൻ മുൻപ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിനക്കറിയായിരുന്നു എനിക്ക് തലവേദന ഉണ്ടായിരുന്നു എന്ന്. അപ്പൊ പിന്നെ ഇപ്പൊ ഈ കാര്യം വീണ്ടും പറയുമ്പോ എന്റെ പേര് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഷാനവാസും അനീഷും കൂടി ഇടി. ഇത്രയാണ് ഞാൻ കണ്ടത്. അപ്പോഴത്തേക്കും ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വരികയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയാണേ, ഇങ്ങനെ പോയാൽ അനീഷ് കപ്പടിക്കും, ഉറപ്പുള്ള കാര്യമാണ്. ഇങ്ങനെ പോയാൽ അനീഷ് കപ്പടിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഗ്രൂപ്പ് അറ്റാക്ക് ചെയ്യാണ്. ഗ്രൂപ്പ് അറ്റാക്ക് ഒന്നും സോറി എല്ലാവരും അനീഷിനെതിരെ വരികയാണെന്ന് ഇപ്പൊ അഭിലാഷ് വന്നു, ഷാനവാസ് വന്നു. ഒനീൽ ഒന്നും പറയുന്നില്ല കേട്ടോ, ഒനീൽ ഒന്നും പറയുന്നില്ല. പിന്നെ ഇപ്പൊ രണ്ടുപേരെന്തായാലും ഇവർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. അനുമോളുടെ ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ ഒരു ഇത് പൊട്ടി നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ പിന്നെ വേറെ ആർക്കൊക്കെയാണ് അനീഷിനോട് ഒരു ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള രീതിയിൽ പറയാം. പിന്നെ ക്യാപ്റ്റനെ ഒന്നും ഇതാക്കാൻ പറ്റില്ലല്ലേ, അതൊന്നുമില്ല. ഓക്കെ. അപ്പോ അനീഷിനെതിരെ കുറച്ച് ആൾക്കാരുണ്ട് അവിടെ. അനീഷിനെ ആർക്കും ഇപ്പൊ ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, അതിൽ ആർക്കും അനീഷ് ക്യാപ്റ്റൻ ആവരുതെന്നാണ്. ഇപ്പൊ തന്നെ ആൾക്കാരൊന്ന് അയ്യോ പാവം അനീഷ് പാവം എന്ന് പറഞ്ഞ് നടക്കുമായിരിക്കും. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങളൊന്നും അങ്ങനെ ചെയ്യരുത്. കാരണം ഇതൊരു ഗെയിമാണ്. നിങ്ങൾ പാവമായിട്ട് നിൽക്കുന്ന ഒരാളെ എടുക്കരുത്. കാരണം അത് അവരുടെ ഗെയിമാണെന്ന് ചിന്തിച്ചിട്ട് ചെയ്യുക. അനീഷ് അവിടെ ഗെയിം കളിക്കുന്നുണ്ട്. ഗെയിം കളിക്കുന്ന വെച്ചാൽ ഒരു കുറുക്കന്റെ കളിയാണ് കളിക്കുന്നത് വെച്ചാൽ എല്ലാവരും എനിക്കെതിരെ തിരിച്ചു വിടണം എന്നുള്ള രീതിയിലാണ് അനീഷ് അവിടെ നിൽക്കുന്നത്. എനിക്കത് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത്. അപ്പൊ എല്ലാവരും ഇതിൽ വന്നാൽ ഒറ്റപ്പെടുമല്ലോ, ഓഫ് കോഴ്സ് ഒറ്റപ്പെടും. അനീഷ് ആണെങ്കിൽ ചൊറിയുന്നുണ്ട്, ആൾക്കാരെ പോയിട്ട് ചൊറിയുന്നുണ്ട്. അത് പറയാനായിട്ട് ആൾക്കാർ വരികയും ചെയ്യും. അനീഷിന് മിണ്ടാതെ പോലെ നിൽക്കുക, ഒറ്റപ്പെടുന്ന സംഭവമാണ്. റെനാ ഫാത്തിമ വന്നിട്ട് അത് നിങ്ങൾ ഒറ്റപ്പെടരുത്, കാരണം നിങ്ങൾ ഒറ്റപ്പെടുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് റെനാ ഫാത്തിമ അനീഷിന്റെ ഗെയിമിനെ ഒന്ന് തകർത്തങ്ങ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫുള്ളും അനീഷ് ഇങ്ങനെ പോയാല് നെഗറ്റീവ് ആവുമായിരിക്കും. പക്ഷെ ഒറ്റപ്പെടാൻ ചാൻസ് ഉണ്ട്. ഒറ്റപ്പെട്ടാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അനീഷ് കപ്പടിക്കും എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ കേസൊന്നും ഇല്ലെങ്കിൽ ഞാൻ നേരെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് ആയിട്ട് വരുന്നത്. പിന്നെ ഞാൻ ഒരു പ്രൊമോയുടെ കേസും പറയും, പ്രൊമോയുടെ അപ്ഡേറ്റ് പറയുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.